വയോജനങ്ങളുമായി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാനെത്തിയപ്പോൾ പോലീസിൽ നിന്നുമുണ്ടായ ഏറ്റവും മോശമായ അനുഭവം വിവരിച്ച് കോട്ടയം സ്നേഹക്കൂട് സ്ഥാപക നിഷ സ്നേഹക്കൂട്. ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യവും അസഭ്യം പറച്ചിലും കാരണം സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിക്കാതെ അവിടെ നിന്നും മടങ്ങി എന്ന് നിഷ പറയുന്നു. വീൽചെയറുകളിൽ യാത്ര ചെയ്യുന്ന അച്ഛനമ്മമാരും സ്റ്റാഫുകളുമടക്കം 125 പേരായിരുന്നു ഹിൽ പാലസിൽ കഴിഞ്ഞ ബുധനാഴ്ച എത്തിയത്. ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാൻ പോയ കോട്ടയം സ്നേഹക്കൂടിലെ അച്ഛനമ്മമാർക്കും ജീവനക്കാർക്കും ഉണ്ടായത്. ടിക്കറ്റ് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമായത്. നമുക്ക് ഈ 95 പേര് വന്നെങ്കിലും 30 പേരെ ഉള്ളായിരുന്നു അത്യാവശ്യം നടക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ളവര്. ബാക്കി കുറെ പേര് വീൽ ചെയറിൽ ഇരിക്കുന്നവരും വയ്യാത്ത അച്ഛനമ്മമാരും ഒക്കെ ആയിരുന്നു. അവരാഗ്രഹം കൊണ്ട് നമ്മൾ അവരെ കൂടെ കൂട്ടിയതാണ് ഈ യാത്രയ്ക്ക്. അപ്പൊ 30 പേർക്കുള്ള ടിക്കറ്റും 3 ബസ്സിന്റെ പാർക്കിങ്ങും 3 ക്യാമറ യൂസ് ചെയ്യാനുള്ളതും കൂടി ആയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ട് ടിക്കറ്റ് ചോദിക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞു, നിങ്ങൾ എത്ര പേരാണ് മൊത്തം വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം 125 പേരുണ്ട് ഞങ്ങൾ, പക്ഷെ 30 പേരെ ഞങ്ങൾ ഉള്ളിൽ കയറുന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ട ടിക്കറ്റിന്, അതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അവർ പറഞ്ഞു ബസ്സിനകത്തിരിക്കുന്നവർക്കും ടിക്കറ്റ് എടുക്കണം, വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് ബസ് ഇട്ടിരിക്കുന്ന ആ ബസ്സിനകത്തിരിക്കുന്ന ആളുകൾക്ക്, ഉള്ളിൽ കയറാത്ത ആളുകൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചപ്പം അവർ ഫ്രണ്ടിലെ സെക്യൂരിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഞങ്ങൾ ആ സെക്യൂരിറ്റി ഓഫീസറെ കണ്ടു. അദ്ദേഹത്തിനടുത്ത് ഞങ്ങൾ പറഞ്ഞു സ്നേഹക്കൂട് എന്നുള്ള ഒരു അഭയമന്ദിരത്തിൽ നിന്നാണ് മക്കളൊക്കെ ഉപേക്ഷിച്ച 100ഓളം അച്ഛനമ്മമാരുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്നൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പറയുന്നത് ബസ്സിൽ അകത്ത് കയറാതിരിക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കണമെന്നും പറഞ്ഞ് ഒരേ വാശിയിൽ നിന്നതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചു. വളരെ മോശമായിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ മോശം പെരുമാറ്റം കാരണം ഇവർ ഹിൽ പാലസ് കാണാതെ മടങ്ങി, ഏറെ സങ്കടത്തോടെ. ഞാനൊക്കെ ആണെങ്കിൽ രാജകൊട്ടാരം കണ്ടിട്ടില്ല, നമ്മുടെ മക്കൾ പോലും കൊണ്ട് നമ്മളെ കാണിക്കാൻ തയ്യാറാകാത്തത് ഞങ്ങളുടെ ഈ മകള്. ഞങ്ങൾ ഇത്രയും അച്ഛനമ്മമാരെ ഒരുക്കി ഈ ബസ്സിൽ കയറ്റി തൃപ്പൂണിത്തുറ വരെ പോയി, ചോറ്റാനിക്കര പോയി, അവിടെ തൃപ്പൂണിത്തുറ വന്ന് രാജകൊട്ടാരം കാണാനായിട്ടൊന്ന് ഞങ്ങൾക്ക് കിട്ടിയ അവിടുത്തെ ദുരനുഭവം. ഇത്ര വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന പോലീസുകാർ ഈ വയസ്സായ അച്ഛനമ്മമാരെ കുറിച്ച് ഓർത്താൽ മതിയായിരുന്നല്ലോ. അവസാനം ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങളുടെ മകളുടെ വിഷമം കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കപ്പം വിഷമം ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ലല്ലോ, സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ, അപ്പൊ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ ഒരു വിഷമം ഉണ്ടായാലും പിന്നെ ഞങ്ങളുടെ മകളുടെ വിഷമം കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ അറിഞ്ഞ് ഞങ്ങൾക്ക് കൊട്ടാരം കാണുകയേ വേണ്ട, പാലസ് കാണണ്ട, നമുക്ക് പോയേക്കാം. ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് അവിടെ ഈ പോസ്റ്റ് ചെയ്യുന്ന അധികാരികൾ സ്വബോധവും സംസ്കാരവും പരിഷ്കാരവും ഉള്ളവനെ പോസ്റ്റ് ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് സങ്കടമുണ്ട് കാണാൻ പറ്റാത്തതിൽ. ഞങ്ങളുടെ ഏറ്റവും സങ്കടം ഇങ്ങനെയുള്ള സ്ഥാനത്ത് ജോലിക്ക് ഇരിക്കുന്നവർ, മനുഷ്യരെ മനസ്സിലാക്കുന്ന മനുഷ്യത്വമുള്ള ആളുകളെ ദയവ് ചെയ്ത് നിങ്ങൾ ഇരുത്തുക. ഞങ്ങളുടെ കാണാൻ പറ്റാത്ത സങ്കടം ഒത്തിരി ഉണ്ടെങ്കിലും ഞങ്ങളുടെ മോളോട് പെരുമാറിയാൽ ഞങ്ങൾക്കെല്ലാവർക്കും വിഷമമല്ല, അമർഷമുണ്ട്. അച്ഛനമ്മമാരും സ്റ്റാഫും അടക്കം 125 പേരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. തങ്ങൾക്ക് നേരെ ധാർഷ്ട്യത്തോടെ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, കോട്ടയം.